എല്ലാവർക്കും നമസ്കാരം. ദുർഗാപ്രസാദാണ്. ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് മയക്കുമരുന്ന് കേസുകളുടെ അതിവ്യാപനം. പണ്ടൊക്കെ മയക്കുമരുന്ന് കേസുകൾ നമ്മൾ കേൾക്കുന്നത് എപ്പോഴെങ്കിലും ഒരു മാസത്തിലോ 2 മാസത്തിലോ ഒരിക്കൽ, അതും മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഫൻസാണ്. ഇന്ന് നിരന്തരം എല്ലാ ദിവസവും വാർത്താമാധ്യമങ്ങളിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് MDMA പോലെയുള്ള മാരകമായ സിന്തറ്റിക് ഡ്രഗ്സ് പിടികൂടിയ സംഭവം. അതിനഡിക്റ്റായിട്ട് ജീവിതം തകർക്കപ്പെട്ട ആളുകളുടെ കഥകളൊക്കെ നിരന്തരം കേൾക്കുകയാണ്. അങ്ങനെയൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്നേഹം സോഷ്യൽ മീഡിയ കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലയിലുള്ള നിരവധി ആളുകൾ അതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഇമ്പാക്റ്റാണ് സമൂഹത്തിന് വേണ്ടി ആരോ ടീം, ഈ സ്നേഹം സോഷ്യൽ മീഡിയ ടീമിന് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാൻ പറ്റും, നമ്മുടെ രാജ്യത്ത് നിരോധിത മയക്കുമരുന്നുകൾ, ഈ മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനം, ഉപയോഗം, വിപണനം, വിതരണം എന്നിവയെ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1986 കാലഘട്ടത്തിൽ NPS ആക്ട്, അതായത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക്കൽ സബ്സ്റ്റൻസസ് ആക്ട് എന്നൊരു നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത്. അതിനുശേഷം ഒരു 3-4 വർഷത്തിന് ശേഷം ആ നിയമത്തിനധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം ഒരു ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് തന്നെ ഏതൊരു നിയമ സംവിധാനത്തിനെതിരെയും എതിർ ശബ്ദങ്ങളുണ്ടാകും. അങ്ങനെ മനുഷ്യാവകാശ ലംഘനത്തിന് കാരണമാകുന്നു, നിരപരാധികൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്നു എന്ന് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നതിനടിസ്ഥാനത്തിൽ ചെറിയൊരു റിവൈസിംഗ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ നിയമത്തെ കാര്യക്ഷമമായി പ്രാവർത്തികവൽക്കരിക്കുന്നതിന് വേണ്ടി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, എക്സൈസ്, പോലീസ്, അങ്ങനെ എല്ലാ ഏജൻസികളും കൃത്യമായി ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ മാഫിയ നെറ്റ്വർക്ക് ഇത്രയും വൈഡ് റേഞ്ചിലേക്ക് വളർന്ന സാഹചര്യത്തിൽ ഒരിക്കലും ഒരു NPS നിയമത്തിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഉദ്യോഗസ്ഥർക്കോ ഇതിനെ തടയാൻ പറ്റില്ല. നിർബന്ധമായി ഇനിയുള്ള കാലഘട്ടത്തിൽ പൊതുസമൂഹം, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ പ്രവർത്തനങ്ങൾ ചെയ്തേ പറ്റൂ. ഇത്രയും കാലം ഈ കേസുകളിൽ പല ആളുകളും ഇടപെടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, ഞാൻ ഈ കേസിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് തരാൻ ആരെങ്കിലും ഉണ്ടാകുമോ, ഞാൻ ഒറ്റക്കായി പോകും എന്നൊരു തെറ്റിദ്ധാരണയുടെ ഭയാശങ്കയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ ഈ സ്നേഹം സോഷ്യൽ മീഡിയ കൂട്ടായ്മ വന്നതിന് ശേഷം ഇതിനകത്ത് ഒരുപാട് ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ, സമൂഹത്തിൻ്റെ ഉന്നത തലങ്ങളിലെ ആളുകളടക്കം ഞങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു ബോധം സമൂഹത്തിൽ ഓരോ വ്യക്തികൾക്കും ഉണ്ടാവുകയാണ്. അതാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അത്രയും നല്ല തലത്തിലേക്ക് ഇന്ന് സമൂഹത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ സ്നേഹം ഫൈറ്റേഴ്സ് എന്ന നാമധേയത്തിൽ പുതിയൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും, മാനുഷികമായ എല്ലാ പ്രവർത്തനങ്ങളും ഓൾമോസ്റ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സംവിധാനം കൂടി ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവരും ഇതിനെ പരിപൂർണമായി സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ്, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി, നാടിൻ്റെ, രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വിപത്തിനെ, ഇത് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇതൊരു സമരമാണ്. ഇറ്റ്സ് എ സ്ട്രഗിൾ അഗൈൻസ്റ്റ് നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. ഇതിൽ മൊത്തം സമൂഹത്തിൽ ഓരോ വ്യക്തികളും ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമുക്ക് 100% ഈ ഒരു ഗെയിമിൽ, ഈ ഒരു പ്രതിഷേധത്തിൽ വിജയിക്കാൻ തന്നെ പറ്റും. ഓരോ വ്യക്തികളും അണിചേരണം. അതാണ് ഇതിലൂടെ നൽകുന്ന മെസ്സേജ്. മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.